ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലൻ അൽഫാം മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി അൽഫാം മന്തി നമ്മുടെ വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എങ്ങനെ നല്ല കിഡിലൻ അൽഫാം മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മളത് മന്തിയുടെ പീസ് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ചിക്കൻ കടയിൽ നിന്ന് അങ്ങനെ കിട്ടും. മന്തിയുടെ പീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി ചിക്കനൊക്കെ നമ്മൾ ഇതായി പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും 2-3 വര ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് വേണ്ട മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞത്, ഒരു 1/4 കപ്പ് പുതിന, ഒരു പിടി പുതിന നമ്മൾ ചേർത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇനി അത് മാറ്റി വെക്കാം നമുക്ക്. ഇനി അടുത്തത് വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 3 ഏലക്കായി, ഒരു 4-5 കറാമ്പൂവ്, ഒരു 4 വറ്റൽമുളക്, പിന്നെ ഒരു 2 പട്ടയുടെ പീസ് 2 ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ഒന്ന് ചൂടാക്കി നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി അത് ചൂടാറിയതിന് ശേഷം ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ പേസ്റ്റ്, തക്കാളി ഉള്ളിയൊക്കെ ഉള്ള പേസ്റ്റ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഓയിൽ, സാധാ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കൻ്റെ പീസുകളൊക്കെ ഇതിലേക്കിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വരഞ്ഞ് വെക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിക്കും. അപ്പോൾ ഇത് നമ്മളൊരു ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മസാല തിരുമ്പി ഓവർനൈറ്റ് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അൽഫാമിനുള്ള ചിക്കൻ മസാല പുരട്ടി വെച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മന്തിക്കുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു പാത്രത്തിൽ, ഈ പാത്രത്തിൽ 1 കപ്പ് അരിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് കൊണ്ടുപോയി കഴുകി നന്നായിട്ട് 3-4 തവണ കഴുകി കൊണ്ടുവന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്താൻ വെക്കാം. നമ്മളൊരു 1 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി റൈസ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബിരിയാണി പോട്ടാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 3 കപ്പ് വെള്ളം, അതായത് നേരത്തെ അരി എടുത്ത പാത്രത്തിൽ തന്നെ 3 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 2 മാഗി ക്യൂബ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 4-5 കറാമ്പൂവ്, ഒരു 2 വലിയ പീസ് പട്ട ചേർത്തിട്ടുണ്ട്.
അതുപോലെ ഉണക്ക നാരങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്ന സമയത്ത് നമുക്ക് അരി ഉണ്ടല്ലോ, നമ്മൾ കുതിർത്താൻ വെച്ച അരി നമ്മൾ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയില ഊറ്റിയെടുത്തിട്ട് നമുക്ക് ആ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചോറൊരു ഭാഗത്ത് അവിടെ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാനിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിനി ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇത് ചിക്കനൊക്കെ ഓരോ വശം ആവുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. നമ്മളിത് 2-3 പ്രാവശ്യം അങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ ചിക്കൻ കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അവിടെ കുക്കായി വരുമ്പോഴേക്കും നമ്മളിവിടെ റൈസിൻ്റെ കാര്യം നോക്കുകയാണ്. റൈസ് ആവശ്യത്തിന് കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഈ പാകമാണ് ഇപ്പോൾ റൈസ് ഉള്ളത്. നമുക്കിത് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ റൈസ് ഇവിടെ ആവട്ടെ. നമ്മുടെ റൈസ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് മന്തി റൈസിൻ്റെ മേലേക്ക് ഒരു ചെറിയൊരു യെല്ലോ ഫുഡ് കളർ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക് നമ്മൾ കുത്തിവെക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് കുത്തിവെക്കുന്നുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് റൈസിൻ്റെ മേലേക്ക്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അൽഫാം മന്തി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ തൂമുണ്ടായിരുന്നു, അതായത് വൈറ്റ് സോസ്, പിന്നെ നമ്മൾ മന്തിക്ക് കഴിക്കുന്ന ചട്നി ഉണ്ടായിരുന്നു. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അതൊരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ചോറിന് മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാത്രം അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചാർക്കോൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളത് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ തുറന്ന് നമ്മളിതാ പാത്രമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ അതിൽ നിന്ന് ഓരോന്ന് മാറ്റിയെടുക്കാം. ഈ ചിക്കൻ മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി റൈസ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ റൈസ് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെന്തിട്ടില്ല,
നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അതിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മന്തി, അൽഫാം മന്തി. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. ബൈ.